മദ്രസ 1-ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ എഴുത്തു പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം. അവിടെ ഓരോ ചിത്രങ്ങൾ നോക്കി വിട്ട ഭാഗം കൃത്യമായിട്ട് എഴുതുക. ഓരോ ചിത്രത്തിൻ്റെ അടിയിലും ബോക്സിൽ വിട്ട അക്ഷരം എഴുതാനുണ്ട്. ഒന്നാമത്തത് ടൈയുടെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഉറബുൻ എന്നാണ് അറബിയിൽ പറയുക. ഉ എന്ന അക്ഷരമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചിത്രം കരളിൻ്റെ ഫോട്ടോമാണ്. അറബിയിൽ കരളിന് കബിദുൻ എന്നാണ് പറയുക. അവിടെ ക എന്ന അക്ഷരം എഴുതി കൊടുക്കുക. മൂന്നാമത്തത് മർമറുൻ. നാലാമത്തത് സൂചി. സൂചിക്ക് അറബിയിൽ ഇബറുൻ എന്നാണ് പറയുക. അവിടെ ഈ ആണ് എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെ ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ബോർഡിൽ നോക്കി എഴുതാം. അവിടെ ഓരോ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ വൃത്തിയായി ബോർഡിൽ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ വൃത്തിയായി ആ ബോക്സിൽ എഴുതുക. മൂന്നാമത്തെ ചോദ്യം, അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. ഓരോ അക്ഷരങ്ങളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരങ്ങൾ ചേർത്ത് കൂട്ടി നേരെയുള്ള ബോക്സിൽ എഴുതാം. ഈ ത് ബൊൻ വെവ്വേറെയായിട്ട് ഓരോ അക്ഷരങ്ങളായി കൊടുത്തിട്ടുള്ളത്. അത് ഇത്ബുൻ എന്ന് ചേർത്ത് അതിന് നേരെയുള്ള ബോക്സിൽ എഴുതുക. അതുപോലെ തന്നെ ലബിനുൻ, തമ്രുൻ, മിസ്കുൻ, ഇതൊക്കെ ഓരോ അക്ഷരങ്ങളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരങ്ങൾ നേരെയുള്ള ബോക്സിലേക്ക് ചേർത്ത് എഴുതുക. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, നിറം നൽകാം. 3 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾക്ക് നിറം നൽകുക. നിറം നൽകുമ്പോൾ അക്ഷരത്തിൻ്റെ പുറത്തേക്ക് പോകാതെ അക്ഷരത്തിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായി വൃത്തിയായി നിറം നൽകുക. നിറം നൽകുന്ന സമയത്ത് വളരെ വൃത്തിയായിക്കൊണ്ട് തന്നെ നിറം നൽകുക. കൂടുതൽ കട്ടിയിൽ നിറം നൽകാതെ വൃത്തിയായി നിറം നൽകുക. അതുപോലെ ഒന്നാമത്തെ ചോദ്യം, ഓരോ പാഠത്തിൻ്റെയും ഹെഡിങ്, ആ ഹെഡിങ്ങും അതിൻ്റെ ചിത്രവും കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ കഴിയും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിലെ ചിത്രങ്ങൾ ഓരോ പാഠത്തിൻ്റെ ഹെഡിങ്ങുകളാണ്. ഉറബുൻ എന്നുള്ളത് ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ചിത്രവും ആ പദവും ഓരോ പാഠത്തിൻ്റെ ഹെഡിങ്ങും അതിൻ്റെ ചിത്രവും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്.